മുഖ്യന് വീണ്ടും പണി വരികയാണ്. മുഖ്യന് മാത്രമല്ല, മകൾക്കുമുണ്ട് പണി. ഇപ്പോൾ ഈ കശ്മീരിൽ ഭീകരാക്രമണം നടന്നു, 29 നിരപരാധികൾ ജീവൻ വെടിഞ്ഞപ്പോഴും മുഖ്യൻ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്, അതായത് താൻ എന്തൊക്കെയോ കേരളത്തിന് വേണ്ടി ചെയ്തു, എന്തൊക്കെയോ പദ്ധതി നടപ്പിലാക്കി, കേരളത്തിലെ ജനങ്ങളെയൊക്കെ അങ്ങ് വളർത്തി വലുതാക്കി, സാമ്പത്തികമായി കേരളത്തെ അങ്ങ് വലിയ രീതിയിൽ വളർത്തിയെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടികൾ ചിലവാക്കിക്കൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ വെച്ചുകൊണ്ട് പരിപാടി നടത്താൻ തുടങ്ങുകയാണ്. മനുഷ്യജീവനുകൾ അറ്റുകിടക്കുമ്പോഴും ആഘോഷത്തിന് കുറവില്ല CPM അല്ലെങ്കിൽ കമ്മികൾക്ക് അല്ലെങ്കിൽ സഹാക്കൾക്ക് എന്നുള്ളതാണ്. അപ്പം അതുവഴിയൊന്നുമല്ല പണി കിട്ടുന്നത്. പണി വരുന്നത് മകൾ തന്നെയാണ്. വിഷയം വീണ വിജയൻ തന്നെയാണ്. വീണ വിജയൻ്റെ എക്സാലോജിക്കിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് മുകളിലോട്ടല്ല കീഴ്പോട്ടായിരുന്നു. SFIയുടെ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് മുഖ്യൻ ഞെട്ടിയെന്നും റിയാസ് മുങ്ങിയെന്നുമാണ് കേൾക്കുന്നത്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് നോക്കാം. മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ SFIO കുറ്റപത്രത്തിലുള്ളത് ഗുരുതര നിരീക്ഷണങ്ങൾ. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിന്റെ മുഖ്യ ആസൂത്രകയാണ് വീണയെന്ന് SFIO പറയുന്നു. എക്സാലോജിക് കമ്പനി തുടങ്ങിയതിനു ശേഷം വളർച്ച താഴോട്ടായിരുന്നു എന്നും കണ്ടെത്തലുണ്ട്. അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ആരോപണം. പ്രതിവർഷം 66 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. CMRLുമായി ഇടപാട് തുടങ്ങിയതായിരുന്നു പിന്നീട് കമ്പനിയുടെ മുഖ്യ വരുമാനം. 2017 മുതൽ 2019 വരെ കാലയളവിൽ CMRLുമായി ഇടപാടുകൾ നടത്തി. പ്രതിമാസം 5 ലക്ഷം രൂപയുടെ CMRL നിന്ന് വീണയുടെ പേരിലെത്തി. കമ്പനിയുടെ പേരിലും 3 ലക്ഷം രൂപ പ്രതിമാസം എത്തിയെന്നും കുറ്റപത്രം വിശദീകരിക്കുന്നുണ്ട്. എക്സാലോജിക് കമ്പനി തുടങ്ങിയതിന് ശേഷം വളർച്ച താഴോട്ടേക്കായിരുന്നു. പ്രതിപക്ഷം 66 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് എക്സാലോജിക് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ CMRLുമായി ഇടപാട് തുടങ്ങിയതിന് ശേഷമാണ് കമ്പനിയുടെ മുഖ്യ വരുമാനം ഉയർന്നത്. 2017-19 കാലയളവിൽ CMRLുമായി ഇടപാടുകൾ നടത്തി. പ്രതിമാസം 5 ലക്ഷം രൂപ CMRL നിന്ന് വീണയുടെ പേരിലും 3 ലക്ഷം രൂപ കമ്പനിയുടെ പേരിലും എത്തിയിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു. ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ 2.78 കോടി രൂപ CMRL നിന്ന് വീണ കൈപ്പറ്റിയെന്നാണ് SFIO കണ്ടെത്തൽ. എക്സാലോജിക് എന്നാൽ വീണ മാത്രമാണെന്ന് SFIO പറയുന്നു. കൊച്ചിയിലെ അഡീഷണൽ സെക്ഷൻസ് 7-ാം നമ്പർ കോടതിയിലാണ് SFIO കുറ്റപത്രം നൽകിയത്. ഈ റിപ്പോർട്ടിൽ തുടർ നടപടികൾ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ 2.78 കോടി രൂപ CMRL നിന്ന് വീണ കൈപ്പറ്റിയെന്നാണ് SFIO കണ്ടെത്തൽ. എക്സാലോജിക് എന്നാൽ വീണ മാത്രം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട SFIO ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ കേസെടുക്കാൻ ഉത്തരവിട്ട പ്രത്യേക കോടതി തുടർ നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതിയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 മാസത്തേക്ക് തൽസ്ഥിതി തുടരണം. എതിർകക്ഷികൾക്ക് സമൻസ് അയക്കുന്നതടക്കം കൊച്ചിയിലെ പ്രത്യേക കോടതി നിർത്തിവെക്കണം. കേസിൽ തങ്ങളെ കേൾക്കാതെയാണ് കേസെടുക്കാൻ നിർദ്ദേശിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി CMRL ഫയൽ ചെയ്ത ഹർജിയിലാണ് ജസ്റ്റിസ് TR രവിയുടെ ഇടക്കാല ഉത്തരവ് വന്നത്. അതുകൊണ്ടാണ് ഈ കുറ്റപത്രത്തിൽ തുടർ നടപടി വൈകുന്നത്. കേസെടുക്കാൻ ഉത്തരവിടും മുൻപ് എതിർകക്ഷികളെ കേൾക്കേണ്ടതുണ്ടോ എന്ന നിയമപ്രശ്നത്തിൽ ഹൈക്കോടതി വിശദവാദം കേൾക്കും. പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം കേസെടുക്കാൻ ഉത്തരവിടും മുൻപ് എതിർകക്ഷികളുടെയും കേൾക്കേണ്ടി വരും എന്നതാണ് ഹർജിക്കാരുടെ വാദം. എന്നാൽ SFIO അന്വേഷണം തുടങ്ങിയത് പുതിയ നിയമം നിലവിൽ വരും മുമ്പായതിനാൽ ഇത് ബാധകമല്ല എന്ന് കേന്ദ്ര സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ വാദിച്ചിരുന്നു. പഴയ നിയമമായ CRPCയിൽ കേസെടുക്കും മുൻപ് എതിർകക്ഷികളെ കേൾക്കണമെന്ന് പറയുന്നില്ല. കേന്ദ്ര സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഹർജി മെയ് 23 പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു. എക്സാലോജിക് സൊല്യൂഷൻസിന് ഇല്ലാത്ത സേവനത്തിന് CMRL പ്രതിഫലം നൽകിയെന്ന കണ്ടെത്തലിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും അടക്കം ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുമുണ്ട്. ആദായനികുതി ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നവരുടെ പേര് വിവരങ്ങൾ മുദ്രവച്ച കവറിൽ സമർപ്പിക്കുവാനും ജസ്റ്റിസ്
അമിത് റാവലും ജസ്റ്റിസ് PM മനോജും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. മാധ്യമപ്രവർത്തകൻ MR അജയൻ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് ഈ നടപടി. ഹർജി ഫയലിൽ സ്വീകരിക്കാതെയാണ് നോട്ടീസിന് കോടതി നിർദ്ദേശം നൽകിയത്. SFIയുമായി ബന്ധപ്പെട്ട വീണ വിജയന് നേരെ ഉയരുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. ഇല്ലാത്ത സേവനത്തിന് എന്തിനാണ് വീണ വിജയൻ 2.72 കോടി രൂപ വാങ്ങിയത് എന്ന ചോദ്യം കഴിഞ്ഞ കുറേ നാളുകളായി കേരളം ഒന്നടങ്കം ചോദിക്കുകയാണ്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കമ്പനി വീണയുടേത് മാത്രമാണ്. ആ കമ്പനി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് CMRൽ നിന്ന് ഇല്ലാത്ത സേവനത്തിൻ്റെ പേരിൽ വീണ വിജയൻ ഇത്തരം പണം വാങ്ങിയത് എന്ന SFIയുടെ കുറ്റപത്രത്തെ അതീവ ഗൗരവമായി തന്നെ BJPയും കോൺഗ്രസും കാണുന്നുണ്ട്. എതിർകക്ഷിയുടെ വാദം കേൾക്കാനായാണ് 2 മാസത്തേക്ക് കേസ് മാറ്റിവെച്ചത്. അതിൽ എതിർകക്ഷിയുടെ വാദം കേൾക്കണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോടതിയും കേന്ദ്ര സർക്കാരും പരിശോധിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് അടുക്കാറായി. മകളുടെ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടന്നാൽ അത് പിണറായി വിജയനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ മൂന്നാം പിണറായി സർക്കാർ, അങ്ങനെയാണ് പറയേണ്ടത്, മൂന്നാം CPM അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ എന്നല്ല, മൂന്നാം പിണറായി സർക്കാർ. കാരണം പാർട്ടി എന്നാൽ പിണറായി എന്നാൽ പാർട്ടി എന്നുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിണറായിയെ സ്വാധീനിക്കാനാണോ CMRൽ മകൾ വീണ വിജയന് പണം നൽകിയത് എന്നുള്ള ചോദ്യം ഒരാവർത്തി പ്രതിപക്ഷവും BJPയും ചോദിക്കുന്നുണ്ട്. നിരവധി തെളിവുകൾ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി കൊണ്ടുവന്നു എങ്കിലും അതിലൊന്നും വലിയ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ വീണ വിജയൻ പ്രതിയാണെന്നും 10 വർഷം വരെ വീണ വിജയന് ജയിലിൽ കിടക്കാവുന്ന കുറ്റങ്ങൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുറ്റപത്രം SFIO തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഈ കേസിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നാൽ അത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടാകും സ്വീകരിക്കുന്നത്? പ്രത്യേകിച്ച് CPI ഒക്കെ സർക്കാരിനെതിരാണ്. എന്തായാലും വീണ വിജയന്റെ കാര്യത്തിൽ പ്രതിക്കൂട്ടിലാകുന്നത് മുഖ്യനാണോ? കാത്തിരുന്ന് കാണാം.